ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് പുതിയൊരു വിശേഷവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ലുലു മാളിലോട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ലുലു മാളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ കഴിയുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് ഇവിടുത്തെ AC. ഇവിടെ എന്തടി ഒരു ശൂന്യം പോലെ. ആദ്യം നമ്മൾ കുറച്ച് മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ഫ്രഷ് ആവാമെന്ന് കരുതി ഒരുപാട് യാത്ര ചെയ്ത് വന്നതല്ലേ. അതിനുശേഷം ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ ഒരുപാട് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷോപ്പും അവിടെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ എല്ലാ കടകളിലും കയറുക, ഫോട്ടോ എടുക്കുക, വില നോക്കുക, വരിക. ഇതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. ഇനി അടുത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സും സ്റ്റുഡിയോയിലോട്ടാണ് ഒരു യാത്ര. ഒന്നും വാങ്ങാനല്ല, സ്റ്റുഡിയോയിൽ പോയെങ്കിലും അവിടുത്തെ വിശേഷങ്ങളൊന്നും ഫോട്ടോയോ വീഡിയോ ആയിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇപ്പോൾ അവിടെ ഒരു ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ ഒന്നും അലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പോയപാട് തിരിച്ചു വന്നു. അതിനുശേഷം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഇങ്ങനെ ഞങ്ങൾക്ക് അഫോർഡബിളായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ കഴിയുമോ എന്നുള്ള തത്രപ്പാടിൽ ഓടി നടന്ന് നോക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ വിശക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കി അങ്ങ് ഫുഡ് കോർട്ടിലോട്ട് പോവുകയാണ്. നമുക്ക് ഓരോ ചായയെങ്കിലും വാങ്ങി കുടിക്കാമെന്ന് കരുതി ഞങ്ങൾ പോയി എത്തിയത് നേരെ ചെന്നത് ഫലൂഡ നേഷനിലാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഫലൂഡ ഓർഡർ ചെയ്തു. ഈ റിമോട്ടിൽ വൈബ്രേറ്റ് ചെയ്യുമ്പം ഇത് കൗണ്ടറിൽ കൊണ്ടു കൊടുത്ത് ഞങ്ങൾക്ക് സാധനം എടുക്കാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ അത് വൈബ്രേറ്റ് ചെയ്ത് കൊണ്ടു കൊടുത്തു. ഞങ്ങൾ മിനി ഫലൂഡയാണ് ഓർഡർ ചെയ്തത്. സാധനം കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. മിനി ഫലൂഡയെന്നും പറഞ്ഞ് ഇത്രയും മിനി ആക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. അങ്ങനെ ഞങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. ആ വിഷമം ഞങ്ങൾ മുഖത്ത് കാണിക്കാതെ അത് ഞങ്ങൾ കുടിക്കുകയാണ്. സ്പൂണ് പോലും അടുത്തതായി ഞങ്ങൾ പോയത് ഒരു ബുക്ക് സ്റ്റാളിലോട്ടാണ്. അഞ്ജലി ഒരു പുസ്തക പുഴുവായതുകൊണ്ട് അവൾക്ക് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെ വായിക്കുന്ന ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും ചികിത്സയും ബോറടിച്ചിരുന്നു. വീണ്ടും വിശപ്പിൻ്റെ വിളി തുടങ്ങിയതുകൊണ്ട് അവിടെയൊക്കെ കുറച്ച് നേരം കറങ്ങി നിന്നിട്ട് വീണ്ടും എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് ഹൈപ്പർ മാർക്കറ്റ് മൊത്തത്തിൽ ഞങ്ങൾ കറങ്ങി കണ്ടിട്ടുണ്ട്. അവിടെയുള്ള മിക്ക സാധനത്തിൻ്റെ വിലയും ഞങ്ങൾ കാണാതെ പഠിച്ചു. ഇനി ഞങ്ങൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങാമെന്ന് കരുതി അങ്ങനെ കുറച്ച് നൂഡിൽസും കുബൂസും അതുപോലെ ഡ്രാഗൺ ചിക്കൻ ഇതുവരെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി. ഡ്രാഗൺ ചിക്കൻ ആനകൃഷ്ണത്തിന് പോലെ തന്നെ ഇതിൽ വരുന്നില്ല. വാവായിട്ട് ഡ്രാഗൺ ചിക്കൻ എനിക്ക് ചിക്കൻ കിട്ടിയില്ലേ. മാളിൽ പോയി ലിപ്സ്റ്റിക് ഇടുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കുറി തൊടുന്നവളെ ആദ്യമായിട്ടാണ് കാണുന്നത്, അതും എൻ്റെ കൂടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. ഒന്നും വാങ്ങില്ലെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കി നടക്കാൻ നല്ല രസമല്ലേ. അവസാനം ഞങ്ങൾ ചെന്നെത്തിയത് ആദ്യം അഞ്ജലി പറഞ്ഞ ഐസ്ക്രീം കുടിക്കുന്ന ആ സ്പോട്ടിലോട്ടാണ്. 150 രൂപയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങൾ 80 രൂപ 100 രൂപ ആവുമെന്ന് കരുതി പോയതാണ്. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ വാങ്ങി ഫസ്റ്റ് ട്രൈ ആണ്. പക്ഷേ ഒന്നും പറയാനില്ല, അടിപൊളി ക്വാണ്ടിറ്റി, അടിപൊളി ടേസ്റ്റ്. 150 രൂപ കൊടുത്തതിലും നഷ്ടമില്ല. ഐസ്ക്രീമും കുടിച്ച് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് മടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം കഴിഞ്ഞു. അടുത്ത വിശേഷവുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.